പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും വ്യത്യസ്ത വികാരങ്ങളാണ്. അത്തരം വ്യത്യസ്ത വികാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എപ്രകാരം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ സമീപനത്തിൽ എത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും വേണ്ടത് വളരെ മികച്ച ദിനങ്ങളാണ്. എല്ലാവർക്കും വേണ്ടത് സമ്പാദ്യമാണ്, മികച്ച സമ്പത്താണ്. പക്ഷേ എത്ര ആളുകൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ ചിന്തകളാണ്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ കയറി വരികയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയാറുണ്ട്, അതിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് പറ്റും എന്ന് 2 പ്രാവശ്യം പറഞ്ഞ് നല്ല ഉഷാറായി 2 മോട്ടിവേഷൻ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഉഷാറാവുമെന്ന് പറയും. സത്യത്തിൽ അതൊരു ട്രാപ്പാണ്. കാരണം എല്ലാവർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ്, എല്ലാവർക്കും വ്യത്യസ്ത ജീവിതങ്ങളാണ്, എല്ലാവർക്കും വ്യത്യസ്ത പ്രയാസങ്ങളാണ്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്, നമ്മുടെ മൈൻഡിനെ പറ്റി പറയുന്നത്, നമ്മുടെ ചിന്തകൾ ഒരു മങ്കി മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരും, ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കയറി വരും. അതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ചിന്തകൾ കയറി വരും, ചിലപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ചിന്തകൾ കയറി വരും. അങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ കയറി വരുന്ന ഒരു രീതിയാണ് നമുക്കെപ്പോഴും നമ്മുടെ ബ്രെയിനിലുള്ളത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്താൻ ബോധപൂർവം ശ്രമം നടത്തുക എന്നുള്ളതാണ്. ചിന്തകളെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബോധപൂർവം ഒരു ശ്രമം നടത്തുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊരു നെഗറ്റീവ് ചിന്തകൾ വരും, ഒരു വിഷമങ്ങൾ വരും. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായി നെഗറ്റീവ് ചിന്തയെ ഓവർകം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക. അതിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ചിന്തകളെ നമ്മൾ ബോധപൂർവം പോസിറ്റീവ് ആക്കാനും ഹാപ്പിനെസ് കൊണ്ടുവരാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് അപ്രോച്ചും നമ്മളുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വികാരം, നമ്മുടെ അനുഭവം അല്ലെങ്കിൽ വികാരം പോസിറ്റീവായിട്ടുണ്ട്. കാരണം ചിന്ത വേറെയാണ്, വികാരം വേറെയാണ്. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്തയുടെ ഒരു ഔട്ട്പുട്ടാണ് നമ്മുടെ വികാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വികാരം ഭയങ്കര എനർജിയായി മാറും എന്നുള്ളത്. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു എക്സ്പ്രഷൻ അതല്ലെങ്കിൽ നമ്മുടെ അനുഭവം പോസിറ്റീവായി മാറുന്നു. അപ്പോൾ നമുക്കതൊരു അനുഭവം പോസിറ്റീവായിട്ട് മാറുന്നു, അതിൽ നമ്മുടെ വികാരം പോസിറ്റീവായിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു പോസിറ്റീവ് വികാരം ഓട്ടോമാറ്റിക്കലി അതിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ആ പോസിറ്റീവ് വികാരം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങും, ചില പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങും, ചില ആക്ഷൻസുകൾ ചെയ്തു തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? നല്ല ചിന്തകൾ, ആ ചിന്തകളിലൊരു പോസിറ്റീവ് വികാരം ഉണ്ടാകുന്നു. ആ വികാരം വരുമ്പോൾ നിങ്ങൾക്ക് എന്താവണം? ഒരുപാട് ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം വരും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ലൈഫിൽ ചുറ്റോടുകൂടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യും. അതിപ്പോൾ ആരോഗ്യം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വെൽത്ത് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കുടുംബം ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഇതിന് വലിയൊരു റോളുണ്ട്. ആ ചിന്തകളാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ വികാരങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ കലുഷിതമായിരിക്കും. ഓരോ കാര്യങ്ങളിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ദിവസങ്ങൾ, നിമിഷങ്ങൾ മനുഷ്യന് കുറവായിരിക്കും. തിരയടങ്ങി മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ? അപ്പോൾ തിര ഒരു സൈഡിൽ വരും, നമ്മൾ പോയിട്ട് മീൻ പിടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ അതിൽ ചിന്തകളെ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചിന്തകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതിനനുസരിച്ചുള്ള വികാരം ബിൽഡ് ചെയ്തുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു മാറ്റം ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എൻ്റെ ഈ അടുത്തിടെ 1-2 സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ
അവരുടെ ചില ഫൈനാൻഷ്യൽ ഇഷ്യൂസുകൾ, ചില റോളിങ്ങുകളും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങാം, പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അതിന് പറ്റുന്നില്ല എനിക്ക്. കാരണം ഈ പ്രശ്നങ്ങൾ തീർന്നിട്ട് അതിനോടൊരു മാനസികാവസ്ഥ പറ്റുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഉൾപ്പെടെ ഈ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിച്ചാൽ അവർക്ക് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർന്നുള്ള മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.